Hello everyone, welcome back to Rank Excel PSC. SCERT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസിലെ 10th സോഷ്യൽ സയൻസ് 1 യൂണിറ്റ് 6 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഇവിടെ സോഷ്യൽ സയൻസ് പാർട്ട് 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യശാസ്ത്രം 1 ആണ്, ഹിസ്റ്ററി ആണ്. ഈ ഒരു ചാപ്റ്റർ രണ്ടാമത്തെ ബുക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്റർ 2 ക്ലാസ്സുകളിലായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മഹത്തായ വിചാരണ. ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922. സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെ. പ്രോസിക്യൂട്ടർ സർ JT സ്ട്രോങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ, ബോംബെ. പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂംഫീൽഡ് പ്രതിയെ വണങ്ങി. തുടർന്ന് വിധി പ്രസ്താവിച്ചു. ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപക്ഷെ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിൻ്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിഭാവനവുമായ ജീവിതം നയിക്കുന്ന ആളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വിചാരണയിൽ മെയിനായിട്ട് നോക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം ഈ ഒരു വിചാരണ നടക്കുന്നത് ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ് അഹമ്മദാബാദിലാണ്. മാർച്ച് 18, 1922 ഇതിൽ സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെയാണ് ഈ വിചാരണ നടത്തുന്നത്. ഇതിലെ പ്രോസിക്യൂട്ടർ സർ JT സ്ട്രോങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ, ബോംബെ. അതുപോലെ ഈ കേസിലെ പ്രതി ആരാണ്? നമ്മുടെ രാഷ്ട്രീയ പിതാവായ മഹാത്മാഗാന്ധിയാണ് ഈ ഒരു കേസിലെ പ്രതി. അപ്പോൾ ഈ വിചാരണയെ ജഡ്ജി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീതിപൂർവമായ വിധി പറയാൻ പ്രയാസമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു വിചാരണയെ ജഡ്ജി വിശേഷിപ്പിക്കുന്നത്. നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്നാണ് ജഡ്ജി ഈ വിചാരണയെ, ഈ കേസിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയതാരാണ്? മഹാത്മാഗാന്ധിയാണ്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങളാണ് ഇനി ഈ പാഠഭാഗങ്ങളിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടുകൂടി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് സമരങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പം അതാരൊക്കെയാണ്? കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ. അപ്പോൾ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് സമരങ്ങളിൽ സജീവമായി. അവരാണ് കർഷകരും തൊഴിലാളികളും സ്ത്രീകളും വിദ്യാർത്ഥികളും. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അടുത്ത ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്ക ആയിരുന്നു.
20 വർഷകാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി എത്ര വർഷമാണ് ഉണ്ടായിരുന്നത്? 20 വർഷമാണ് ഉണ്ടായിരുന്നത്. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടായിരുന്നു ഗാന്ധിജി അവിടെ എത്തിയത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഗാന്ധിജിയുടെ യഥാർത്ഥ സമരങ്ങൾക്കുള്ള പരിശീലന കളരിയായിരുന്നു ഇവിടം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി പിന്നീട് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ആണ്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് രൂപം കൊടുത്ത സമര രീതിയാണ് അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമരരീതി. അദ്ദേഹം അത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സമരരീതിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കി വയ്ക്കാം. അപ്പോൾ ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയ ദക്ഷിണാഫ്രിക്കയാണ്. 20 വർഷത്തോളം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടായിരുന്നു അവിടെ എത്തിയത്. പിന്നീട് അവിടെ വെച്ചിട്ട് എന്താണ്, ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഒരുപാട് ചൂഷണങ്ങൾ ഏഷ്യക്കാരും കറുത്തവർഗക്കാരും നേരിടേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഈ വിവേചനങ്ങൾക്കെതിരെല്ലാം സമരം നയിച്ചു. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് തൻ്റേതായ രീതിയിലുള്ള സമര രീതിക്ക് രൂപം കൊടുക്കുന്നത്. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹ സമര രീതിയായിരുന്നു. പിന്നീട് ഗാന്ധിജി ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1915 ചമ്പാരൻ മുതൽ ഗേദ വരെ. ഇനി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് എന്താണ്? പ്രാദേശിക സമരങ്ങളിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാദേശിക സമരം ഇവിടെ പറയുന്നുണ്ട്. ഏതാണ്? 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്രാദേശിക സമരങ്ങൾ നോക്കാം. അതാണ് ചമ്പാരൻ സത്യാഗ്രഹം മുതൽ ഗേദ സത്യാഗ്രഹം വരെയുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ആദ്യത്തെ പ്രാദേശിക സമരങ്ങളിലൊന്നാണ് ചമ്പാരൻ സമരം. അത് 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു സമരം ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് നേതൃത്വം നൽകിയത് രാജകുമാർ ശുക്ലയാണ്. അപ്പോൾ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാജകുമാർ ശുക്ലയാണ്. ചമ്പാരൻ സ്വദേശിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്തിരുന്നു. അപ്പം അതിനെതിരെ ആയിരുന്നു ഈ ഒരു സമരം, ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ചമ്പാരൻ സമരം നടന്നത് 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇതിൻ്റെ കാരണം, ഈ ഒരു സമരത്തിന് ഉള്ള കാരണം നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടോടമകൾക്കെതിരെയാണ്. ഇതിന് നേതൃത്വം നൽകിയതാണ് രാജകുമാർ ശുക്ല. ചമ്പാരൻ സ്വദേശിയാണ്. അപ്പോൾ ഇത്രയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 ഗുജറാത്തിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന തുണിമിൽ തൊഴിലാളികളുടെ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഇവിടെ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ ഒരു സമരം. ഗാന്ധിജി അതിൽ പങ്കാളിയായി. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. ഇതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 അത് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. അടുത്തതാണ് ഗേദ സമരം. അതും 1918 ഗുജറാത്തിലെ ഗേദയിൽ
പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായതിനാൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു ഏത്? ഖേദ സമരം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഗാന്ധിജി ഒരു സമരം നടത്തിയില്ല കർഷകർക്ക് വേണ്ടി. ഖേദയിൽ കർഷകർക്ക് വേണ്ടി നടത്തിയതാണ്. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. അങ്ങനെ ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഇപ്പം ഈ 3 സമരങ്ങളിലൂടെയും ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരരീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. ഇവിടെ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിലെ വർഷങ്ങളാണ്, രണ്ടാമത് സമരങ്ങളാണ്, മൂന്നാമത്തത് അതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഇത് ചമ്പാരൻ സത്യാഗ്രഹം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് 1917 അല്ലേ. എന്തായിരുന്നു? നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടോടമകൾക്കെതിരെയുള്ള സമരമായിരുന്നു ഏത്? ചമ്പാരൻ സമരം. അടുത്തതാണ് 1918 തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവ് വേണ്ടിയിട്ട് ഏതായിരുന്നു? അഹമ്മദാബാദ് തുണിമിൽ സമരമായിരുന്നു അല്ലേ. അഹമ്മദാബാദ് തുണിമിൽ. ഇനി അടുത്തത് ഖേദ സമരം ഏത് വർഷമായിരുന്നു? അതും 1918. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നികുതി ഇളവ് ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള സമരമാണ് ഖേദ. നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കാം. അടുത്തത് 1-ാം ലോക യുദ്ധവും ഇന്ത്യയും. ഇപ്പോൾ ഇന്ത്യയിലെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച 1-ാം ലോക യുദ്ധത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ? യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലോട്ട് എത്തിയത്. അപ്പോൾ 1-ാം ലോക യുദ്ധം നടന്നത് 1914 മുതൽ 1918 വരെയാണ്. അപ്പം അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അടുത്ത അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടം. 1-ാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് നടപ്പിലാക്കിയ നിയമമാണ് ഇത്? റൗലറ്റ് നിയമം. 1919 റൗലറ്റ് നിയമം വരുന്നത്. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം എന്തൊക്കെയായിരുന്നു? വാറൻ്റി ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലടയ്ക്കാം എന്നുള്ളതാണ് റൗലറ്റ് നിയമം. അപ്പോൾ റൗലറ്റ് നിയമം ഇവിടെ നടപ്പിലാക്കിയത് അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറൻ്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം എന്നുള്ളതാണ്. 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കിയത്. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചരണത്തിനായിട്ട് സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ എന്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി രൂപീകരിച്ച സഭയാണ് സത്യാഗ്രഹ സഭ? റൗലറ്റ് നിയമത്തിനെതിരെ ഇതിനെതിരെ ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അതിൻ്റെ പ്രചരണത്തിനായിട്ടാണ് സത്യാഗ്രഹ സഭ രൂപീകരിച്ചത്. അപ്പോൾ ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിലാണ് റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്നു ആരൊക്കെ? ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലും. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു.
അപ്പോൾ അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ പറഞ്ഞില്ലേ നേതാക്കളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള, അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്നോണം അവിടെ മറ്റൊരു സംഭവം അരങ്ങേറി. അതാണ് ജാലിയൻ വാലാബാഗ് വെടിവയ്പ് അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ വേണ്ടി 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്കു നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവയ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവയ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ജാലിയൻ വാലാബാഗിലെ വെടിവയ്പ്പിൻ്റെ ഫലമായിട്ട് ചുമരുകളിലുണ്ടായ ദ്വാരങ്ങൾ. അപ്പോൾ അത്രയും വളരെ ഭീകരമായിട്ടുള്ള ഒരു കൂട്ടക്കൊല തന്നെയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പോൾ ഇതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1919 ഏപ്രിൽ 13 അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തിയ സൈനിക ഉദ്യോഗസ്ഥ തലവനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. അതും ഓർത്ത് വയ്ക്കാം. അപ്പോൾ സർക്കാർ രേഖ പ്രകാരം എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 379 പേരാണ്. യഥാർത്ഥത്തിൽ അതിലും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഇവിടെ സർക്കാർ രേഖ പ്രകാരം 379 പേർ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കണക്കും നോട്ട് ചെയ്ത് വെച്ചോളാം. ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു ഇത് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഇപ്രകാരമായിരുന്നു. ചോദ്യം: ജനം കൂടുതലായി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവയ്പ്പിൻ്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു, ശരിയാണോ? ഉത്തരം: ശരിയാണ്. ചോദ്യം: പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമായിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നോ? ഒരു പക്ഷേ ആകാം. അപ്പോൾ കമ്മീഷന് മുമ്പാകെ ഡയർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ അവിടെ എന്താണ്? ഇതിൽ നിന്നും വ്യക്തമാണ് എല്ലാവരെയും വധിക്കാൻ താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായിട്ട് നമുക്കിതിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെ ആയിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണിത് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ബഹുജന സമരത്തിലേക്ക്. റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാകാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരുന്നു. അതുപോലെ തന്നെ ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത് സെവ്രസ് ഉടമ്പടി കേട്ടോ. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. അങ്ങനെ ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയാണ്, സഹോദരന്മാരാണ്. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. അപ്പോൾ ചുവടെ പറയുന്നവയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ. അപ്പോൾ നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ നോക്കാം.
ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ഇത്രയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്ന് പറയുന്നത്. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. അപ്പോൾ നിർമ്മാണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവ. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക എന്നുള്ളത്, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത്. നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേതു കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി. ഹിന്ദ് സ്വരാജ് ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്, ഹിന്ദ് സ്വരാജ്. അപ്പോൾ ഗാന്ധിജി രചിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 1909 ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലയിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. ഗ്രാമ നഗര മേഖലകളിലെ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സ്ത്രീകൾ എങ്ങനെയായിരുന്നു? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളായിരുന്നു സ്ത്രീകൾ പങ്കാളികളായിരുന്നത്. തൊഴിലാളികൾ നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഗോത്രജനത ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്രജനത സമരങ്ങളിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. അടുത്ത കർഷകർ. ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ഇങ്ങനെയാണ് ഓരോ സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരുന്നു സമരത്തിന് അനുകൂലിച്ചിട്ടുണ്ടായിരുന്നത്. ചണത്തിനു പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിനു പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അപ്പോൾ ബഹിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി.
ഈ തീരുമാനം മറ്റ് നേതാക്കളെ അമ്പരപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതാണ് ചൗരി ചൗര സംഭവം. അപ്പോൾ ചൗരി ചൗര സംഭവം ഏത് വർഷമാണ്? 1922 ഫെബ്രുവരി 5-നാണ്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ തീവെച്ചും ഇതിനെ തുടർന്ന് 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. അപ്പം അത് അഹിംസാപരമായിട്ടുള്ള സമരമായി തോന്നിയത് കൊണ്ടാണ് ഗാന്ധിജി ഇത് പിൻവലിച്ചത്. ഇത് മറ്റ് നേതാക്കളെയൊക്കെ അമ്പരിപ്പിച്ചു. അപ്പോൾ ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൗരി ചൗര സംഭവത്തെ കുറിച്ചിട്ടാണ്. ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമാണിത്. ചിരാല പെരാല എവിടെയാണ്? ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറിയൊരു നഗരമാണ്. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പം ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ദുഗിരാല ഗോപാലകൃഷ്ണയാണ് കേട്ടോ. ദുഗിരാല ഗോപാലകൃഷ്ണയാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ഒരു ജനകീയ സമരം നടന്ന പ്രദേശമാണ് ഇത്. ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചിരാല പെരാല ഒരു ചെറിയൊരു നഗരമാണ്. ഇതിന് നേതൃത്വം നൽകിയതാണ് ദുഗിരാല ഗോപാലകൃഷ്ണ. ഇനി അടുത്തത് പോരാട്ട നിയമനിർമ്മാണ സഭകളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. അപ്പോൾ ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളൊക്കെ ബഹിഷ്കരിച്ചു. അപ്പോൾ ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1923 ഇതിൻ്റെ നേതാക്കളാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇതിനായി അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. ഇത്രയും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള ഒരുപാട് ജനകീയ സമരങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. ഇനി ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.